ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും എന്തെല്ലാം പ്രോബ്ലംസും അതുമൂലം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ആരോഗ്യത്തിൽ ഉണ്ടാകുമെന്ന് നോക്കാം. നമുക്കൊന്ന് മസിൽസ് എടുത്ത് നോക്കാം. വളരെ രസകരമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവങ്ങളൊന്ന് മസിൽസാണ്, ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട പോഷകമായിട്ടുള്ള അന്നജം ഗ്ലൂക്കോസായി മാറിയാൽ ഈ ഗ്ലൂക്കോസിൻ്റെ 90% ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് മസിൽസാണ്. മസിൽസാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഒരു 10% നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ കൊഴുപ്പായിട്ട് മാറുന്നത്. സപ്പോസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പേശികൾക്ക് വേണ്ടത്ര അളവിൽ ഗ്ലൂക്കോസിനെ ഉള്ളിലോട്ട് എടുക്കാൻ കഴിയാതെ വരും. ഈ പേശികൾ ഉള്ളിലോട്ട് എടുക്കുന്ന ഗ്ലൂക്കോസ് പേശികൾക്കകത്ത് ഒരു 1/3 ഉപയോഗിക്കുന്നത് അപ്പോൾ തന്നെ ഊർജ്ജം ഉണ്ടാക്കാനും ബാക്കി 2/3 ഉപയോഗിക്കുന്നത് പേശികൾക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ള ഗ്ലൈക്കോജൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പേശികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം കിട്ടണമെങ്കിൽ ഈ ഗ്ലൂക്കോസ് ആവശ്യമാണ്. പേശികൾക്ക് പിന്നീട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മസിൽ ഗ്ലൈക്കോജൻ ആവശ്യമാണ്. ഇത് രണ്ടിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് can seriously affect our muscle performance and our metabolism.